ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ നൂൽപുട്ടാണ് കേട്ടോ. മിക്ക വീഡിയോസിലും എന്താ രാവിലെ നൂൽപുട്ട് വിചാരിക്കില്ലേ നിങ്ങൾ? മറ്റേ ജയ ജയ സിനിമയിലെ പോലെ നൂൽപുട്ട് വേണം നിർബന്ധം ഉണ്ടോ വിചാരിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ദോശമാവൊന്നും ഇല്ല വെച്ചാൽ പിന്നെ ഇത് തന്നെ ശരണം. എന്താ വെച്ചാൽ ചപ്പാത്തിയും പുട്ടൊന്നും ഉണ്ടാക്കിയ പിള്ളേരധികം കഴിക്കില്ല. പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണേ? ഞങ്ങൾക്ക് വേണ്ടി എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതന്നെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ടേസ്റ്റും ഉണ്ടല്ലോ, കുഴപ്പമില്ല, എല്ലാവരും കഴിക്കും, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് മിൻറ്റ് ടീ വേണം, വേണ്ട അത് ഉണ്ടാക്കണം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് തിളക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ റെഡിയാക്കാൻ പറഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനൊക്കെ എടുത്തുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മിൻറ്റ് ടീയും കറക്റ്റ് ആവുമല്ലോ. പിന്നെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വയ്ക്കുള്ളൂ കേട്ടോ. അല്ല വെച്ച വേസ്റ്റുകാർ വരുമ്പോഴേക്കും അത് സ്മെല്ലടിച്ച് ചിലപ്പോൾ പുഴുവൊക്കെ വരും. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ പാലിൻ്റെ, തൈരിൻ്റെ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴുകി വെക്കണം കേട്ടോ, അതാണ് നല്ലത്. പിന്നെ നമ്മുടെ ഈ കോഴിയുടെ തൂവൽ പറിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇനി എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ തൂവലുണ്ടാവും, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. പിന്നെ എന്താ, നമ്മുടെ ചായ ആയിട്ടുണ്ട്, അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്തെങ്കിലും ചൂടോടെ കൊടുക്കുന്നത് വിചാരിക്കേണ്ട കേട്ടോ. ആൾക്ക് നല്ല ചൂടോടെ വേണം ചായ കുടിക്കാൻ. അല്ല വെച്ചാൽ വീണ്ടും എന്നെക്കൊണ്ട് തിളപ്പിക്കും. അപ്പോൾ തിളപ്പിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ചൂടോടെ കൊടുത്താൽ ഒരു സൗകര്യത്തിൽ കറക്റ്റ് ചൂടോടെ കുടിച്ചോളുമല്ലോ. പിന്നെ മെല്ലെ കുടിക്കാൻ തുടങ്ങുള്ളൂ, അതുകൊണ്ടാട്ടോ അവിടെ കൊണ്ടുപോയി വെക്കണത്. പിന്നെ അതുപോലെ നമ്മുടെ ഇറച്ചിയുടെ തൂവൽ പറിക്കുന്ന പരിപാടി തുടങ്ങി. ഒന്ന് രണ്ടെണ്ണം കിട്ടി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകും കേട്ടോ. നല്ല വൃത്തിയായി കഴുകുകയെ. ആ ബ്ലഡിൻ്റെ കളർ പോണവരെ കഴുകാൻ പാടില്ല പറയും, എന്താ ഇറച്ചിയുടെ ടേസ്റ്റ് പോവും പറയും. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ കുറച്ച് കഴുകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്താ, ഉള്ളിയൊക്കെ ആൾ തൊലി കളഞ്ഞു തന്നുകൊണ്ട് പിന്നെ അത് നുറുക്കേണ്ട പരിപാടിയുള്ളൂ കേട്ടോ. അത് പിന്നെ അത്ര പ്രശ്നമില്ല, നമ്മുടെ അടുത്ത് അതിൻ്റെ കട്ടർ ഉള്ളതുകൊണ്ട്. പിന്നെ കുറച്ച് ഇറച്ചി വറക്കാൻ വെക്കും കേട്ടോ. അല്ലെങ്കിൽ അവർ പിണങ്ങും കുട്ടികൾ, അവർക്ക് കാല് വറുത്ത് കൊടുക്കും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെ വീട്ടിൽ 3 പേരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടി കൂടും. കോഴിക്ക് 2 കാലല്ലേ ഉള്ളൂ, 3 കാല്, 3 മക്കളും ഉണ്ട്. അപ്പം കാലിൽ അടിയാണ് കേട്ടോ. ഇവിടെ പിന്നെ കുഞ്ഞൂസ് വളരാത്തതുകൊണ്ട് അതിൻ്റെ പ്രശ്നമില്ല. ഇനി അവൻ വളർന്ന് വലുതാകുമ്പോഴായിരിക്കും കാലിൽ അടി കൂടുക. എനിക്ക് കാല് വേണം, നിനക്ക് കാല് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതെല്ലാ വീട്ടിലും ഉണ്ടാവണതായിരിക്കില്ലേ. പിന്നെ നമ്മൾ വറക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് വറുത്തെടുക്കാൻ വെച്ചിട്ട്, എന്താ വെച്ചാൽ ഇത് വറുത്തിട്ടുള്ള എണ്ണയിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടേ ഞാൻ വെറും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല ഇതൊക്കെ ചേർക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റോളം വെച്ചു. കുറച്ചധികം നേരം വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത്ര നേരം വെക്കാനുള്ള സമയമില്ല. ഇപ്പോൾ തന്നെ സമയം 11 മണി 12 മണി ആവാനായിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. എല്ലാം ആയി വരുമ്പോഴേക്കും എന്താ 1 മണിയോളം ആയിട്ടുണ്ട്. പിന്നെ നമ്മളതൊക്കെ വറക്കാൻ വേഗം വെച്ചു. പിന്നെ എന്താണ്, കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റിൽ നല്ല മണമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറിവേപ്പില മൊരിഞ്ഞത് ഇങ്ങനെ കഴിക്കാൻ. അതുപോലെ നമ്മുടെ മറ്റേ മുറുക്ക് വാങ്ങുമ്പോൾ അതിലുണ്ടാവില്ലേ കറിവേപ്പില മൊരിഞ്ഞത്, മുറുക്കിനേക്കാളും എനിക്കിഷ്ടം കേട്ടോ അത്. പിന്നെ ഉള്ളിയുണ്ട്, ഞാൻ ഇത് മസ്റ്റായി വാങ്ങേണ്ട ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് കരയേണ്ട ആവശ്യമില്ല ഉള്ളി അരിയാൻ. അതുപോലെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഞാൻ ആളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും ഉള്ളി അരിഞ്ഞതാ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു തൊലി കളഞ്ഞ് തന്നാൽ വേഗം നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അതുപോലെ ഉപ്പേരി വയ്ക്കാനാണെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇതിൽ വെച്ചാൽ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇതിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് കുറച്ച് കമ്മിയായ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുനുകുനാന്ന് അരിയുക, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കേണ്ടതാണ്. പിന്നെ അത് കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്ത്, കുറേ ദിവസം പറഞ്ഞാൽ കുറേ മാസങ്ങളായി. പെട്ടെന്ന് നാശമാവണമെന്നില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ അപ്പോൾ നമ്മളിതൊക്കെ നന്നായി അരിഞ്ഞ് വെച്ചു. പിന്നെ ഇറച്ചി വെക്കാനുള്ള പാത്രം എടുത്ത് കഴുകണുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കഴുകി അതും വെക്കുന്നുണ്ടേ. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കില്ലല്ലോ. പിന്നെ എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്ക് പാത്രമേ ഉള്ളൂ, മറ്റേ പാത്രങ്ങൾ ഇങ്ങനെ ഇറച്ചി വെക്കാനുള്ളതില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വെക്കുന്നത് കേട്ടോ. മൺപാത്രത്തിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പറയും, പക്ഷെ അതൊന്ന് ഗ്യാസിൽ വെച്ചാൽ പെട്ടെന്ന് പൊട്ടില്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ആളവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കമ്പനി തരാൻ വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളി ഇഞ്ചി എല്ലാം കൂടെ ഒരുമിച്ചിട്ടേ, അത് ഒരുമിച്ചിട്ട് വഴറ്റിയാലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒരുമിച്ചിട്ടു. പിന്നെ അത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ചിക്കനായത് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തുണ്ടായാലും ആദ്യം ഞാൻ തന്നെ തിന്ന് നോക്കും കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മമാർ അവരുണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കില്ല, നമ്മൾ മക്കൾക്ക് തരും, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ ആദ്യം കഴിച്ച് നോക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുകയുള്ളൂ. അതിനെന്താ, സ്നേഹക്കുറവ് കൊണ്ടൊന്നല്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അറിയില്ല, ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കില്ലേ. നിങ്ങളെങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് ഞാൻ ചിക്കൻ മസാലയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നേരത്തെ പറഞ്ഞ പോലെയുള്ളതൊക്കെ ഇട്ടു. പക്ഷെ ഞാൻ ഗരം മസാല ഇടാൻ മറന്നുപോയി.
പക്ഷേ അത് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ നിന്ന് നന്നായിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. കാരണം ആൾ നല്ല കുക്കാണ്, നന്നായി കുക്ക് ചെയ്യും. അപ്പോൾ പിന്നെ പക്ഷേ ആളിന്ന് വെച്ചത് അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. എന്താ സംഭവം വെച്ചാൽ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്ത് വെക്കുമ്പോഴേ കറി അടിപൊളിയാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കുമ്പോഴേ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ സമയം എടുത്ത് കുക്ക് ചെയ്യണം, അപ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെന്താണ്, പിന്നെ ബാക്കിയുള്ള ചിക്കൻ പീസൊക്കെ ഞാനിങ്ങനെ വറക്കാൻ വെച്ചു. പിന്നെ അത് ഇതവിടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ടു. പിന്നെ ചിക്കൻ കറിയിലില്ലേ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ചിക്കൻ വേവുമ്പോൾ അതൊന്നും കുറച്ച് വെള്ളം വരുമല്ലോ, അപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിയിട്ട് ചിക്കൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ചെയ്താൽ തന്നെ ചിക്കൻ കറി അടിപൊളിയാവും. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ഈസി ആയിട്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത്. പിന്നെ അതുപോലെ നിറയെ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കണം, നല്ല പേസ്റ്റ്, അതിൻ്റെ പേസ്റ്റ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറിക്ക് കേട്ടോ. ഇതൊക്കെ ചെറിയ ടിപ്സ് എനിക്കറിയണത് കേട്ടോ. പിന്നെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സ്പെഷ്യൽ ടിപ്സ് അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ചോറ് വെച്ചു കേട്ടോ. ചിക്കൻ ആവണേൻ്റെ സമയമാകുമ്പോഴാണ് ഞാൻ വെച്ചത്. പൊന്നേരിയാണ്, പിന്നെ അത് കുക്കറിലല്ലേ വെക്കണം, പെട്ടെന്നാവുമല്ലോ പറഞ്ഞിട്ടാണ് മെല്ലെ വെക്കാൻ നിന്ന് കേട്ടോ. അപ്പോൾ സമയം എത്രത്തോളം വൈകി വയ്ക്കണോ അപ്പോൾ നമുക്ക് രാത്രിക്ക് ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ടാണ് ഇത്തിരി മെല്ലെ വെച്ചത്. പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തൊക്കെ എടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഉള്ളി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ചിക്കനേക്കാളും ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒപ്പം ഉള്ളി കഴിക്കാൻ. പിന്നെ കുട്ടികൾ പറഞ്ഞു ജ്യൂസ് അടിച്ച് തരണം പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴുകി അവർക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ എന്ത് ചേർക്കും, വെറും പഞ്ചസാരയും വെള്ളം മാത്രമേ ചേർക്കുള്ളൂ, വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ചേർക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ കുടിക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ, കഴിഞ്ഞ ദിവസം ആളില്ലേ ഈ മുന്തിരി ജ്യൂസിൽ നാരങ്ങ ചേർത്തിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരിക്കും, കഴിക്കുക പറഞ്ഞു. എൻ്റെ അടുത്ത് കുടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇത് കുടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ. എന്താ വെച്ചാൽ മുന്തിരിയും പുളിപ്പ്, അതിൻ്റെ ഇടയിൽ അതിൽ നാരങ്ങ ഒഴിച്ചാൽ എങ്ങനെയുണ്ടാവും, അതുകൊണ്ട് അത് ഞാൻ കുടിച്ച് നോക്കിയില്ല. നിങ്ങൾ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ടേസ്റ്റ് എന്ന് പറയണേ. പിന്നെ കുറച്ച് നൂൽപുട്ട് ബാക്കിയുണ്ടായിരുന്നു, ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.